ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. 2 ദിവസമായിട്ട് എൻ്റെ മൊബൈൽ ഡെഡ് കണ്ടീഷനിലായിരുന്നു. ഒട്ടും അത് സ്പീഡില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതല്ല എൻ്റെ മൊബൈലിൽ കൂടെ, അത് പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയേ ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫയലുകൾ ബാക്ക്ഗ്രൗണ്ടിൽ അത് നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്ക് എത്ര GB റാം ഉണ്ടായിരിക്കട്ടെ, എത്ര കപ്പാസിറ്റി ഉണ്ടായിരിക്കട്ടെ, പക്ഷേ മൊബൈൽ സ്ലോ ആയി പോകും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്യുന്ന ഫയലുകൾ, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫയലുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കും, നമുക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ആ ഫയലൊക്കെ അടിഞ്ഞുകൂടി എൻ്റെ മൊബൈൽ ഡെഡ് കണ്ടീഷനിലായിരുന്നു. അതിൽ ഞാൻ അതായത് ചെറിയ ചില ട്രിക്കുകളാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. നിങ്ങളുടെ മൊബൈലുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ശരി, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു കാര്യം ഞാനിത് മൊബൈലിൽ ചെയ്തതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലാപ്ടോപ്പിലും ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിലും ചെയ്യാം. മൊബൈലിൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കണമെങ്കിൽ, നിങ്ങളുടെ സ്റ്റോറേജ് ക്ലിയർ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും മൊബൈലിൽ ചെയ്യണം. ഇമെയിലോ വല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിൽ മൊബൈലിൽ ചെയ്ത ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലാപ്ടോപ്പിലുള്ള ആ ഐഡിയിലുള്ള ഇമെയിലും ക്ലിയർ ആകും. ഈ സെർച്ച് ബാറിൽ നമുക്ക് ഇവിടെ എഴുതണം OneGoogle.com storage/മാനേജ്മെന്റ് എന്ന് എഴുതണം. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നേരത്തെ എഴുതിയതുകൊണ്ട് ഇതവിടെ കാണിക്കുന്നുണ്ട്. OneGoogle.com storage/മാനേജ്മെന്റ് എന്ന് നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് വായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് പതിയെ കാണിക്കുന്നത്. ഞാൻ ഇത് ആദ്യം മൊബൈലില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല കണക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ലാപ്ടോപ്പിൽ ചെയ്യുന്നതാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ മൊബൈലിൽ വരും. ഇതിൽ സൈൻ ഇൻ ഗൂഗിൾ അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലേക്ക്, ഈ ഒരു പോർട്ടലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ 4 കണ്ടീഷൻ കിട്ടും. ഒന്ന്, ഇമെയിൽ വിത്ത് ലാർജ് അറ്റാച്ച്മെന്റ്, അതായത് 119 MB എൻ്റെ ഇതിനകത്ത് ഇത് കിടപ്പുണ്ട്, മെയിൽ കിടപ്പുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ലാപ്ടോപ്പിൽ കാണിക്കാം. നിങ്ങൾക്ക് ഇത് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാപ്ടോപ്പിൽ ചെയ്യുന്നത്. അപ്പൊ ലാപ്ടോപ്പിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ലാപ്ടോപ്പിൽ ചെയ്യുവാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓൺ ചെയ്യണം. ലാപ്ടോപ്പിൽ നിങ്ങൾ ചെയ്യാൻ ലാപ്ടോപ്പിൽ ഇത് കണക്ക് പ്രശ്നം വരും, സ്ലോ വരും. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ, ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കണ്ടീഷനിലാണ് അത് വരുന്നത്. അതല്ല മൊബൈലിലാണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച്, മൊബൈലിൽ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ, അതായത് നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ ഗൂഗിളിന്റെ ആ ഒരു ഐക്കോൺ ഉണ്ട്. ഫ്രണ്ട് പേജിൽ തന്നെ ഗൂഗിളിന്റെ ഈ ഒരു ഐക്കോൺ, ഈ ഗൂഗിളിന്റെ ഈ ഐക്കോൺ ഉണ്ട്. ഇത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും വന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളിത് മൊബൈലിൽ ചെയ്യണം. ഞാനിത് ലാപ്ടോപ്പിൽ നിങ്ങളെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. OneGoogle.com സ്റ്റോറേജ് ഉണ്ട്. ഞാനിത് ടിക്ക് ചെയ്ത്, നിങ്ങൾക്ക് അങ്ങനെ വരികയാണെങ്കിൽ അത് എടുക്കുക. ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ സൈൻ ഇൻ ഗൂഗിൾ അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ സൈൻ ഇൻ ഗൂഗിൾ അക്കൗണ്ട് മൊബൈലിൽ സെയിം ആണ് വരുന്നത്. ഇവിടെ പറയുന്നത് സ്റ്റോറേജ് 56% ഫുൾ. ഞാൻ ഇന്നലെ എൻ്റെ മൊബൈൽ അല്ലെങ്കിൽ എൻ്റെ ഈ ലാപ്ടോപ്പ് എല്ലാം ക്ലിയർ ചെയ്താണ്. എന്നിട്ട് ഇവിടെ ഇന്നലെ ഞാൻ ഇത് ക്ലിയർ ചെയ്താണ്, എങ്കിലും എൻ്റെ സ്റ്റോറേജ് യൂസ്ഡ് ആണ്. അതായത് വളരെയേറെ ഇതിനകത്ത് ഫയലുകൾ, അൺനെസസറി ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുകൾ കിടപ്പുണ്ട്. അപ്പം നിങ്ങളിത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴോട്ട് വരിക. ഇവിടെ 4 കാര്യങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇമെയിൽ വിത്ത് ലാർജ് അറ്റാച്ച്മെന്റ്, ഈ സെയിം കാര്യങ്ങൾ നിങ്ങൾക്ക് മൊബൈലിലും കാണാൻ പറ്റും. ഗൂഗിൾ വൺ സ്റ്റോറേജ് മാനേജർ ആണ് ഇതിൻ്റെ. അപ്പം ഇവിടെ ഇമെയിൽ വിത്ത് ലാർജ് 119 MB, 119 MB കൂടുതലുള്ള ഒരുപാട് ഫയൽ ഇതിനകത്ത് കിടപ്പുണ്ട്. അതുകൂടാതെ ലാർജ് ഫോട്ടോസ് കിടപ്പുണ്ട്, 91 MB കൂടുതലുള്ളത്. ഇമെയിൽ 52 MB ഇമെയിലിൽ കൂടുതലുണ്ട്. അപ്പോൾ സ്പാം ഇമെയിൽ, നിങ്ങളുടെ സ്പാം എന്നുള്ള അതിലുണ്ട്, അതിനകത്ത് ഒരുപാട് ഇമെയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈലിൽ നല്ല സ്പീഡിൽ, ഇതൊന്നും നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ, നമ്മുടെ ഇത് ഇപ്പം ഇമെയിലിൽ ഇത്ര കപ്പാസിറ്റി നമ്മുടെ യൂസായി, അല്ലെങ്കിൽ അവിടെ നമുക്ക് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൂടെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്കിനി ഇമെയിൽ വിത്ത് ലാർജ് അറ്റാച്ച്മെന്റ് 119 എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ റിവ്യൂവിൽ ക്ലിക്ക് ചെയ്യണം. റിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ഒരു പേജിലേക്കാണ് ഇത് പോകുന്നത്. ഇവിടെ വന്ന് നോക്കിയാൽ ഇവിടെ
ഈ ഈ പല, അതായത് ഇമെയിലിൽ പലതുകൊണ്ട് 119. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ക്ലിക്കാവും. ഇതെല്ലാം ഡിലീറ്റിൻ്റെ ഇവിടെ വന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഓഫർ അവർ നമുക്ക് ഇതിനെപ്പറ്റി ഈ GB നമ്മൾക്ക് കൂട്ടുവാനായിട്ട് അവർ ഓഫർ തരും. നമുക്ക് ഓഫറൊന്നും വേണ്ട, നോട്ട് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അതങ്ങ് മാറിക്കിട്ടും. ഇപ്പം ഇവിടെ ഇത്രയും വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കണം. ഈ സെലക്ട് ആയ കൂട്ടത്തിൽ എനിക്കിപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബില്ലാണ്, ഇതെനിക്ക് ആവശ്യമുള്ളതാണ്. അത് കണക്ക് തന്നെ പ്രോപ്പർട്ടി എനിക്ക് ആവശ്യമുള്ളതാണ്. ബാക്കി എനിക്ക് ആവശ്യം, അതായത് ഇത് എന്തെങ്കിലും ഹെഡിങ് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് ആവശ്യമുണ്ട്. എന്തെങ്കിലും ഹെഡിങ് എഴുതിയിട്ടില്ലെങ്കിൽ അതെനിക്ക് ആവശ്യമില്ലാത്തത്. ഈ ബാങ്ക് ഓഫ് ബറോഡയുടെയൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. ഇതൊന്നും എനിക്ക് ആവശ്യമില്ലാത്ത ഈ ഫൈനൽ ചെല്ലാൻ ക്വാളിറ്റി ഫൈനൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെച്ചിട്ടേ കളയാവുള്ളൂ. അല്ലെങ്കിൽ അത്യാവശ്യമായ മെയിലുകൾ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെ കാൾ ലെറ്റർ വന്ന് അത് മെയിലിലാണ് വന്ന് അതൊക്കെ നിങ്ങളിങ്ങനെ കളയാൻ സാധ്യതയുണ്ട്. അവിടെ അപ്പോൾ എൻ്റെ ഇതിനകത്ത് ഇന്നലെ ഞാൻ ചെയ്തുകൊണ്ടാണ് ഈ ഫയൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ 3 ഫയൽ എനിക്ക് ഈ ഒരു 3 ഫയൽ എനിക്ക് ആവശ്യമുണ്ട്. ബാക്കി ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് ഇവിടെ ദിസ് വിൽ പെർമനന്റ്ലി ഡിലീറ്റ് ഇമെയിൽ ആൻഡ് അറ്റാച്ച്മെന്റ് യെസ് കൊടുക്കണം. ഐ അണ്ടർസ്റ്റാൻഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പെർമനന്റ്ലി ഡിലീറ്റ്. ഇത് നമ്മുടെ മൊബൈലിൽ നിന്ന് മാറിക്കിട്ടും. ഞാൻ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നെങ്കിലും നിങ്ങൾ മൊബൈലിൽ ചെയ്യണം. മൊബൈലുള്ളവരെല്ലാം തീർച്ചയായിട്ടും ഇത് ചെയ്യണം. അപ്പോൾ അടുത്ത ചോദിക്കുന്നത് സേവ് ടൈം വിത്ത് മോർ സ്റ്റോറേജ്. ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ട്. ഇത് ഇനി 3 ഫയലേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ തിരിച്ചു വന്ന് അപ്പം ആദ്യത്തേത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നോക്കിയേ, നേരത്തെ എൻ്റെ ഇവിടെ ആ ഒരു റെഡ് ലൈനാ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് കാണിക്കുന്നില്ല. ഇപ്പോൾ ഇത് 91 ഉണ്ട് വീഡിയോ, പക്ഷേ അത് പ്രശ്നമില്ല. ഇനി ഇമെയിൽ ഇൻ വിൻ നമ്മൾ ഇമെയിലിൽ നിന്ന് നമ്മൾ പലതും ഡിലീറ്റ് ചെയ്തും അത് വിന്നിൽ പോയി കിടക്കും. അത് നമ്മൾക്ക് ക്ലിയർ ചെയ്യണം, എങ്കിലേ ഇത് നമ്മുടെ മൊബൈൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം വിന്നിൽ പോയപ്പോൾ വിന്നിലുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാ. കാര്യം നമ്മൾ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതായി വിന്നിൽ വന്ന് കിടക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഒറ്റയടിക്ക് സെലക്ട് ചെയ്ത് 32 ഐറ്റം ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ 32 ഐറ്റം നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ ഡിലീറ്റ് ചെയ്ത് ഇതും ക്ലിയർ ആയി. നമുക്ക് ഇവിടെ ഈ ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യണം. കാര്യം പെർമനന്റ് ഇത് അവിടുന്ന് പോവുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ 30 ദിവസത്തേക്ക് ഇമെയിൽ ഇതിനകത്ത് കാണും. 30 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതിനകത്തുനിന്ന് പോകുന്നത്. നമ്മൾക്ക് സഡൻലി ഇതിനകത്ത് നിന്ന് ഈ പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഇത് പെർമനന്റ് ആയിട്ട് കളയാൻ പറ്റും. യു ഗോ ടു 3.2 എന്നായിരുന്നു അവിടെ പറഞ്ഞ്. 3.2 GB എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ബാക്കി ചോദിക്കുന്നത് ഞാൻ നോട്ടിനാകുന്നത് ഇവിടെ ഇത് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. നിങ്ങൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്താൽ മതി. വിന്നിലുള്ളത് നിങ്ങൾ മൊത്തം കളയാൻ ശ്രമിക്കുക. സമയം ഒരുപാടാകും. അതുകൊണ്ട് ഞാൻ വിന്നിലുള്ള മൊത്തം ഞാൻ അത് ഡിലീറ്റ് ചെയ്യുന്നില്ല. 2 പ്രാവശ്യമായിട്ട് നിങ്ങളെ കാണിച്ച് അതിൽ കൂടുതൽ ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ഇതും ഡിലീറ്റായി. അതായത് വിന്നിൽ എനിക്ക് ഒരു ഇമെയിലും ഇല്ലെന്നവർ കാണിച്ച് നമുക്ക് വീണ്ടും തിരിച്ച് ഇവിടെ വരാം. ഇത് നിങ്ങൾക്ക് മൊബൈലിൽ സുഖമായിട്ട് ചെയ്യാൻ ഞാൻ ലാപ്ടോപ്പിൽ നിങ്ങളെ വലുതായിട്ട് കാണിക്കാൻ കണ്ടു. നോക്കി ഇവിടെ വിന്നിന്റെ അത് ഇവിടുന്ന് മാറി. കാര്യം അതിനകത്തൊന്നുമില്ല. ഇവിടെ ഇമെയിൽ വിത്ത് ലാർജ് അറ്റാച്ച്മെന്റ് 17 MB എനിക്ക് അതുള്ളു. അത് സാരമില്ല. ഇനി സ്പാം, നമ്മുടെ പലരും മെയിൽ അയക്കുമ്പോഴത്തേക്ക് അവർ പറയും നിങ്ങൾ സ്പാം ഫോൾഡറിലും ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം അതിനകത്ത് ഒരുപാട് മെയിൽ വന്ന് കാണും. പക്ഷേ നമുക്കറിയത്തില്ല ഏതൊക്കെ മെയിലാണ് അവിടെ വരുന്നത്. പലരും നമ്മളെ കളിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓഫർ ഇവിടെ ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫ്രോഡിൻ്റെയൊക്കെ ഒരുപാട് മെയിൽ വരുന്ന സ്പാമിലാണ് വരുന്നത്. അപ്പോൾ സ്പാമിൽ നമുക്ക് റിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരെണ്ണം പോലും നമുക്ക് ആവശ്യമുള്ളത് കാണത്തില്ല. നമ്മൾ ഒരുപാട് നാളായിട്ട് ഇത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ സെയിം കണ്ടീഷനാണ്. ഇവിടെ ഷോയിങ് 18 എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഡിലീറ്റ് ചെയ്യുക. സെയിം കണ്ടീഷനാണ് ഇവിടെ അധികം ഒന്നുമില്ല. പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്യണം. നമുക്ക് നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ഇഷ്ടം പോലെ കാണും സ്പാമിലും അവിടെ ഇവിടെയൊക്കെ വിന്നിലും. അപ്പോൾ ഞാൻ ഇന്നലെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് എൻ്റെ ലാപ്ടോപ്പിൽ അധികം വരാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇനിയൊരു പ്രധാന കാര്യമുള്ളത്, ഞാൻ വീണ്ടും എൻ്റെ ഇമെയിൽ ID യിൽ വന്നു. ഇനി നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള നമ്മുടെ ഇമെയിൽ ID യിൽ അൺനെസസറി ആയിട്ട് നമുക്ക് ആവശ്യമില്ലാതെ പലരും നമുക്ക് നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷനൊക്കെ ഇതിനകത്ത് കിടക്കും. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അത് കളയുവാൻ വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് എന്ന് എഴുതിയാൽ മതി. SCBSCRIB സബ്സ്ക്രൈബ് എന്ന് എഴുതി എൻ്റർ ചെയ്യുക.
അപ്പോൾ ഈ സബ്സ്ക്രൈബിൻ്റെ ഒക്കെ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത നോക്കിയാൽ ഗൂഗിൾ പ്ലേയുടെ ഉണ്ട്, ജൂബിലി ഉണ്ട്, ഏഷ്യൻ പെയിൻ്റ് ഉണ്ട്, ടീം, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ ഡിലീറ്റിൻ്റെ അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഡയറക്റ്റ് സബ്സ്ക്രൈബായിട്ട് വരുന്ന മെയിലുകളാണ്. ഇതെല്ലാം നിങ്ങൾ കളയണം. നിങ്ങൾക്ക് യാതൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിനെ ഒരുപാട് സ്ലോ ആക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. വളരെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മൊബൈലിലൂടെ ചെയ്യാം. ഞാൻ ഇച്ചിരി വലുതായിട്ട് നിങ്ങൾക്ക് കണ്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലാപ്ടോപ്പിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഞാനിത് ഇടയ്ക്ക് നിങ്ങൾക്കൊരു ഇൻഫോർമേഷന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നു, വേക്കൻസിയുടെ വീഡിയോ ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. വീണ്ടും ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഇടുന്നില്ല വീഡിയോ. നിങ്ങൾക്ക് വീണ്ടും ആ വീഡിയോ കിട്ടുന്നതാണ്. ഇത് ഇടയ്ക്ക് എൻ്റെ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.